മലയാളികൾക്ക് വളരെയധികം സുപരിചിതമായ രണ്ട് മുഖങ്ങളാണ് അശ്വതിയുടേതും രാഹുലിൻ്റെതും. മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരങ്ങൾ വിവാഹം കഴിച്ച നാൾ മുതൽ തന്നെ ഇരുവരുടെയും വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കാറുണ്ട്. ഇപ്പോഴിതാ വളരെ ഏറെ നാളുകൾക്ക് ശേഷം ചില ചോദ്യങ്ങളുമായി അശ്വതി സോഷ്യൽ മീഡിയയിൽ എത്തുകയാണ്. ഇപ്പോൾ അശ്വതി ചോദിച്ചിരിക്കുന്ന ചോദ്യം വളരെയധികം തന്നെ എല്ലാവരെയും വേദനിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. തെറ്റ് ചെയ്യാതെ അപമാനിക്കപ്പെടുമ്പോൾ എങ്ങനെ പിടിച്ചു നിൽക്കണം എന്നാണ് അശ്വതി ഇപ്പോൾ പ്രേക്ഷകരോട് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ തൊട്ടടുത്ത സ്റ്റോറിയിൽ തന്നെ തനിക്ക് പറയാനുള്ള കാര്യങ്ങളും അശ്വതി പറഞ്ഞിട്ടുണ്ട്. ഇനിയും എൻ്റെ പ്രതികരണശേഷി നഷ്ടപ്പെട്ടു നിൽക്കാൻ എനിക്ക് പറ്റുന്നില്ല. എൻ്റെ സമാധാനം നഷ്ടമെന്നടുത്ത് ഞാൻ പ്രതികരിക്കും. അതിനുള്ള സമയമായി. പലരുടെയും പേരുകൾ ഉൾപ്പെടെ ഞാൻ വെളിപ്പെടുത്തും. ഇല്ലെങ്കിൽ പലരും സമാധാനം പറയേണ്ടി വരും. ഇങ്ങനെയാണ് അശ്വതി പറയുന്നത്. എന്താണ് തനിക്ക് ശരിക്കും സംഭവിച്ചതെന്ന് അശ്വതി പറയുന്നില്ലെങ്കിലും എന്തുമാത്രം വിഷമത്തിലൂടെയാണ് താരം കടന്നു പോകുന്നതെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നു. ചിലരുടെ പ്രതികരണമുണ്ട്. പ്രതികരിക്കണം, തെറ്റ് ചെയ്യാത്ത സ്ഥിതിക്ക് നിങ്ങൾ പ്രതികരിക്കണം അശ്വതി എന്ന് പറഞ്ഞുകൊണ്ട് പലരും എത്തുന്നു. മൈൻഡ് ആക്കാതെ, നോ എക്സ്പ്രഷൻ, ഒള്ളി പുച്ഛം എന്ന് പറഞ്ഞുകൊണ്ടും പലരും എത്തുന്നുണ്ട്. അതിനുള്ള മറുപടിയും അശ്വതി നൽകുന്നുണ്ട്. ഈ കഴിഞ്ഞ 2 വർഷമായി തന്നെ ഞാനിത് തന്നെയാണ് ചെയ്യാറുള്ളത്. പക്ഷെ ചില ദിവസങ്ങളിൽ ഞാൻ വല്ലാത്ത ഡിപ്രഷനിലേക്ക് പോകുന്നു. എൻ്റെ ലൈഫിനെ വല്ലാതെ ബാധിക്കുന്നു. ഇനി ഇത് നോക്കി പുച്ഛിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്യും എന്നാണ് അശ്വതി പറയുന്നത്. നിങ്ങൾ ഇതിനെ റെസ്പോണ്ട് ചെയ്യണം ചേച്ചി. അങ്ങനെയാണ് ഇതിന് പ്രതികരിക്കണം. തെറ്റ് ചെയ്യാത്ത നമ്മൾ ആരെ ഭയക്കണം? പ്രതികരിക്കുക തന്നെയാണ് ചേച്ചി ചെയ്യേണ്ടത്. നിശബ്ദതയിൽ കടന്നു പോകണമെന്ന് പലരും ഇതിന് മറുപടിയായി നൽകുന്നുണ്ട്. എന്നാൽ തെളിയിക്കലല്ല, എന്നെ ഒന്ന് ജീവിക്കാൻ അനുവദിക്കൂ, എനിക്ക് അത്രേ പറയാനുള്ളൂ എന്നും എനിക്ക് ആരുടെ മുന്നിലും ആരുടെയും ഒന്നും തെളിയിക്കാനില്ല എന്നും നടി വെളിപ്പെടുത്തുന്നുണ്ട്. ആരാ നിന്നെ അപമാനിച്ചത് എന്ന് ചോദിക്കുന്നു. എന്നെപ്പറ്റി അറിയാത്ത ആളുകളാണ് എന്നെ അപമാനിക്കുന്നത്. എന്നെ അറിയുന്ന ആരും പറയില്ല, അതെൻ്റെ വിശ്വാസമാണ് എന്ന് താരം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മിണ്ടാതിരുന്ന് കർമ്മയിൽ ബിലീവ് ചെയ്യുക എന്നും പലരും പറയുന്നു. എന്നാൽ ഞാനത് ബിലീവ് ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് ഇനി മുതൽ എനിക്ക് റെസിസ്റ്റ് ചെയ്ത് നിൽക്കാൻ സാധിക്കുന്നില്ലെന്നും ഇനി ഒരു ചാൻസ് കൂടി കൊടുത്താൽ അതെൻ്റെ ലൈഫിന് തന്നെ വളരെ ബുദ്ധിമുട്ടാകുമെന്നാണ് നടി പറയുന്നത്. വളരെയേറെ നാളുകൾക്ക് ശേഷമാണ് ഒറ്റ ശിഖരം എന്ന സീരിയലിലൂടെ താരം വീണ്ടും തിരികെ എത്തുന്നത്. മഴവിൽ മനോരമയിലൂടെയാണ് താരം വീണ്ടും സോഷ്യൽ മീഡിയയിലും അതുപോലെ മിനിസ്ക്രീനിലും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത്. ഒറ്റ ശിഖരം എന്ന സീരിയൽ എല്ലാ തിങ്കളാഴ്ച തൊട്ടും ശനിയാഴ്ച വരെയും 7:30ക്കാണ് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുന്നത്. അതോടൊപ്പം തന്നെ രാഹുലിനോടൊപ്പമുള്ള വീഡിയോസും ചിത്രങ്ങളും പങ്കുവച്ചെത്താറുണ്ട്. ഇക്കഴിഞ്ഞ വാലന്റൈൻസ് ഡേക്ക് പോലും ഇരുവരും ഒരുമിച്ച് പോയതും ഇവരുടെ ഡിന്നർ ഡേറ്റിന്റെ സഹിതം ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നടിയെ വല്ലാതെ അലട്ടുന്നൊരു പ്രശ്നമുണ്ട്. എന്താണ് നടിയെന്ന് വെളിപ്പെടുത്തുന്നില്ലെങ്കിലും ഉടനെ വെളിപ്പെടുത്തുമെന്നുള്ള പ്രതീക്ഷയാണ് പ്രേക്ഷകർക്ക്. എന്നാൽ അതിനുവേണ്ടി എല്ലാവരും പിന്തുണ നൽകുന്നുണ്ട്. താരത്തിന് പ്രതികരിക്കേണ്ട അവകാശമുണ്ട് എന്നും ഇനിയും പ്രതികരിക്കൂ എന്നാണ് നിരവധി പേർ മറുപടിയായി നൽകുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.